ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവ കൃപയാൽ ഒരു മനോഹരമായൊരു ദിവസം കൊണ്ട് ദൈവം തന്നതിനായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ദൈവങ്ങൾ നമ്മൾ തന്നെ അർപ്പിക്കാം. 37-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇത് ഒരു ഇച്ചിരി ദീർഘമായൊരു സങ്കീർത്തനം, 40 വാക്യങ്ങളോളമുണ്ട്. നമുക്ക് എനിക്കൊന്നതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഒരു 20 വാക്യങ്ങൾ ധ്യാനത്തോടെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിന് സഹായിക്കട്ടെ, നമുക്ക് ആവശ്യമായിരിക്കുന്ന പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദ വിസ്ഡം സാം അല്ലെങ്കിൽ ജ്ഞാന സങ്കീർത്തനം എന്നൊക്കെ ഇതിന് പേര് കൊടുത്തിട്ടുണ്ട് ബൈബിൾ പഠിതാക്കൾ. വളരെ അർത്ഥവത്തായിട്ടുള്ള കാതലായ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടുന്നതായ ചില നല്ല ടിപ്സിനേക്കാൾ ഉപരി അതിനേക്കാളുപരി മനോഹരമായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായേക്കാവുന്നതായ ഉപദേശങ്ങളാണ് ഇതിനകത്ത് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഇത് മുഴുവനായി നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ 2 രീതിയിൽ, അത് ദുഷ്ടന് വരുന്ന അവസാനം, ദുഷ്ടൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്നും ഒരു നീതിമാന് വരുന്നതായ ശുഭകരമായ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് ഇത് വിവരിക്കുന്നത്. ദ ഡെസ്റ്റിനി ഓഫ് ദ വിക്കഡ് ആൻഡ് ഓഫ് ദ ഗുഡ്, രണ്ടുപേരുടെയും, നീതിമാൻ്റെയും ദുഷ്ടൻ്റെയും, അവർക്ക് വരുന്ന പ്രതിഫലവും പ്രത്യാഘാതങ്ങളും അവരുടെ അവസാനവും എല്ലാമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറെ പ്രയോജനകരമായ നമുക്ക് ബുദ്ധിയോപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്ന ഒരിതാണിത്. ഇവിടെ തുടങ്ങുന്നത് തന്നെ, ദാവീദിൻ്റെ സംഗീതം തുടങ്ങുന്നത് തന്നെ, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. ഇത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. നമുക്ക് ഈർഷ്യ അല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുകയാണ്. വറീഡ് എന്നൊക്കെയാണ് പറയുന്നത്, വറീഡ് ആൻഡ് ജലസ്. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നമ്മൾ മുഷിഞ്ഞു പോകുന്നു. എന്താ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു നമുക്കതൊരു അസ്വസ്ഥമാകും, നമ്മളെ അസ്വസ്ഥരാകുന്ന ഒരു അനുഭവമാണ്. നമ്മളതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു. പിന്നെ നീതികേട് ചെയ്യുന്നവർ അസൂയപ്പെടുകയും, അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ദോഷവും വരാതെ ചിലപ്പോൾ അവർ പ്രോസ്പർ ആകുന്നത് കാണാം. അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നതൊക്കെ പന പോലെ പെട്ടെന്ന് വളരുന്നതൊക്കെ, കൂൺ മുളച്ചു വരുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ അഭിവൃദ്ധിയിലേക്കൊക്കെ വരുന്നതൊക്കെ കാണാം. പക്ഷെ അതുകൊണ്ട് കണ്ട് നീ അസൂയപ്പെടരുത്. സങ്കീർത്തനം 73 പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെഡിറ്റേഷനാണത്. അതിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇവിടെ ഏതായാലും പറയുകയാണ്. പക്ഷെ ഇവിടെ അതിന് ആൻസർ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. അവരുടെ പ്രോസ്പർ എന്ന് പറയുന്നത് ക്ഷണികമാണ്, അതിന് അല്പായുസേ ഉള്ളൂ. അത് ക്ഷണികമാണ്, അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദേ വിൽ സൂൺ ഡിസപ്പിയർ ലൈക്ക് ഗ്രാസ്. പെട്ടെന്ന് അവർ അപ്രത്യക്ഷമാകും, നശിച്ചു പോകും, അതെല്ലാം നാശത്തിലേക്ക് പോവുകയാണ്. ഇനി നമ്മളോട് പറയുന്ന ദൈവിക ഉപദേശങ്ങളാണ് തുടർന്ന് 3 വാക്യങ്ങൾ വരുന്നത്. അവിടെ പറയും, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ഒന്നത്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. യഹോവയിലുള്ള ആശ്രയം എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്. നമുക്ക് സ്വയത്തിൽ ആശ്രയിക്കാൻ ചിലപ്പോൾ ഇത് വന്നേക്കാം. നമുക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ വന്നല്ലെങ്കിൽ എന്തെങ്കിലും വിജയങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അഭിമാനം സ്വാഭാവികമായിട്ട് ശത്രുവിനെ കൊണ്ട്, കണ്ടോ നീ എത്ര ഇതാണ്, നിൻ്റെ ഇതല്ലേ മിടുക്കല്ലേ, ഇത് നീ എത്ര മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനല്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ സ്വയാശ്രയക്കാരുടെ ഗതി എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. സ്വയാശ്രയം തെറ്റാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് തെറ്റാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നത്, ദൈവവചനങ്ങൾ അതൊക്കെ അല്ലേ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നുള്ളത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നുള്ളത് എന്ന് പറയുന്നത്. പിന്നെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ വീഴും, പിന്നെ ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നവർ അവൻ്റെ ജ്ഞാനം ഇഷ്ടമില്ലാതെ പോകും. ഇതെല്ലാം തിരുവഴുത്തിൽ നമുക്ക് കാണുന്നതാണ്. അപ്പോൾ ആശ്രയിക്കാൻ പലതുണ്ട്, ശക്തി, സ്വന്തം ശക്തി അതിൽ ആശ്രയിക്കാം, സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുന്നവർ, സ്വന്തം ബലത്തിൽ ആശ്രയിക്കും, ഇതെല്ലാം തെറ്റാണെന്നും. പക്ഷേ നമ്മൾ എന്തിലേക്കാണ്? യഹോവയിൽ ആശ്രയിക്കും, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നു 17-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ഒന്നിവിടെ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തതയായിരിക്കുക, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം നമ്മുടെ ദേശത്താണെങ്കിൽ നമ്മൾ. രണ്ടാമത് പറയുന്ന, യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. യഹോവയിൽ തന്നെ രസിക്കണം.
അതായത് സീക്ക് യുവർ ഹാപ്പിനെസ് ഇൻ ദ ലോഡ് എന്ന് പറയും. അതായത് നമ്മൾ പല സന്തോഷങ്ങളും ലോകത്തിൽ, അതെല്ലാം ക്ഷണികങ്ങളാണ്. ദൈവത്തിൽ തന്നെ സന്തോഷിക്കുമ്പോൾ, ദൈവം നമ്മുടെ സന്തോഷമായി മാറുമ്പോൾ നമ്മൾ ചിന്തിക്കുക അതാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം അവിടെ ദൈവത്തെ നമ്മൾ ചേർക്കാറുണ്ടോ എന്നുള്ളതാണ്. ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്ത് ആ പാർട്ടിക്ക് വേണ്ടി കടന്നുപോയി, ബർത്ത്ഡേ ഒരു വിഷിങ് സമയം വന്നപ്പോഴത്തേക്കും കുട്ടിയെ എടുത്തിട്ടില്ല. കുട്ടിയെ വീട്ടിൽ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, പക്ഷെ കുട്ടി വീട്ടിലാണ് എന്ന് പറഞ്ഞതുപോലെ പല ആഘോഷങ്ങളിലൊക്കെ ദൈവം അന്യപ്പെട്ട് നിൽക്കുക. ദൈവത്തിനോടെയൊന്നും സ്ഥാനമില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ ചോദിക്കും എന്താ ദൈവമേ എനിക്കിങ്ങനെ വന്നതെന്ന് ചോദിക്കും. എന്നാൽ സന്തോഷങ്ങൾ വരുമ്പോഴോ സന്തോഷകാലത്ത് അവനെ ഓർക്കാറില്ല. ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യൻ ഓർക്കും ദൈവം എവിടെയായിരുന്നു ഈ ദുരന്തങ്ങൾ സംഭവിച്ചപ്പോഴെന്ന്. അപ്പോൾ ദൈവത്തിന് തിരിച്ചു ചോദിക്കാമല്ലോ, ഈ ദുരന്തം വരുന്നവരെ നീ എവിടെയായിരുന്നു? നീ എന്നോടുകൂടിയായിരുന്നു, നീ എന്നെ അന്വേഷിച്ചോ? ദൈവം പ്രതികാരത്തിനല്ല, പക്ഷെ അങ്ങനെ ഒരു ശാന്തമായ ഒരു ഇത് തിരിച്ച് ദൈവം ചോദിച്ചാലോ? ആത്യന്തികമായി ദൈവം എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. അതിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അതിലേക്ക് മനോഹരമായൊരിത് അവിടെ സംഭവിക്കുന്നുണ്ട് കാണുക. അവിടെ പറയണ യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. സീക്ക് യുവർ ഹാപ്പിനെസ് ഇൻ ദ ലോർഡ്. അപ്പോൾ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ദുഷ്ടാഗ്രഹങ്ങളൊന്നുമില്ല. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നല്ലതാകും അല്ലേ? ദൈവവചനം നമ്മൾ നിറയുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്നതായി ഇഷ്ടം, അത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മളത് ചോദിച്ചാൽ ദൈവത്തിന് ഇഷ്ടമല്ല നമുക്കറിയാൻ പറ്റും. അത് വേർതിരിച്ചറിയാൻ പറ്റും. ദൈവേഷ്ടം നമുക്ക് മനസ്സിലായി വരും. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളതേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. അന്യായമായിട്ടുള്ളതൊന്നും ദുഷ്ടതയായിട്ടുള്ളതൊന്നും നമ്മൾ ആഗ്രഹിക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നല്ലതാകും. അപ്പം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. മൂന്നാമത്തെ പറയാം, നിന്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിന്റെ വഴി യഹോവയെ ആശ്രയിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നതിലേക്ക് നമ്മൾ ചിന്തിച്ച ഒരു ഇതാണ്, ഗീവ് യുവർ സെൽഫ് ടു ദ ലോർഡ്, ട്രസ്റ്റ് ഇൻ ഹിം ആൻഡ് ഹി വിൽ ഹെൽപ്പ് യു. ഗീവ് യുവർ സെൽഫ്, നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുക. നിന്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക. അതൊക്കെ ഇത് ബൈഹാർട്ടൊക്കെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അതിങ്ങനെ നടന്നു. നിന്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. അതോടെ പറയാണ്, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. സൈലൻറ്റ്, ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് നമ്മുടെ മനസ്സൊക്കെ ശാന്തമാക്കാൻ, ദൈവത്തിൽ ഇങ്ങനെ ഉറയ്ക്കാൻ, ഒരു തീരത്തേക്ക് വന്ന് നങ്കൂരമിടുന്ന കപ്പൽ പോലെ ഈ മെഡിറ്റേഷൻ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മൾ ദൈവത്തിൽ വന്ന് ഉറക്കുകയാണ് ശാന്തമായിരുന്ന്. അപ്പോൾ അതിൽ അസ്വസ്ഥമായി പോയി മനസ്സ് ഒക്കെ നമ്മൾ ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വന്ന് ശാന്തമായിരിക്കുകയാണ്. നങ്കൂരമിടുന്ന കപ്പൽ പോലെ ദൈവത്തിൽ എങ്ങനെ നമ്മൾ ആശ്രയിക്കുക. അവിടെ യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവരെയും ദുരുപായം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് നീ മുഷിയരുത്. ചിലരൊക്കെ കാര്യസാധ്യം പ്രാപിക്കുന്നവർ, ചിലരൊക്കെ എല്ലാം പ്രോസ്പറായിട്ട് ഇങ്ങനെ, അവിടെയും പ്രോസ്പർ എന്ന് വാക്കുന്നതിനായിരുന്നു. ഡോണ്ട് ബി വറീഡ് അബൌട്ട് ദോസ് ഹു പ്രോസ്പർ, ആ വാക്കുകൾ തന്നെ ഇവിടെ പറയുന്നു. ഓർ ദോസ് ഹു സക്സീഡ് ഇൻ ദെയർ ഈവിൾ പ്ലാൻസ്. ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ വിജയത്തിലൊന്നും നമ്മൾ അസ്വസ്ഥരാകരുത്, അതൊക്കെ ക്ഷണികമാണ്. ആ പ്രോസ്പർ എന്ന് പറയുന്നതൊക്കെ ക്ഷണികമാണെന്ന് പറയാം. കാര്യസത്യം പ്രാപിക്കുന്നതിനെ ദുരുപായം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. കോപവും ക്രോധവും ഒക്കെ, നമ്മളിപ്പോൾ ഒരു നല്ല വസ്ത്രം എടുത്തുകൊണ്ട് പോവുക, മുഷിഞ്ഞു പോയാലോ അല്ലേ? നല്ല വസ്ത്രമുണ്ടോ, മുഷിഞ്ഞാൽ അതിൽ എന്ന് പറയുന്നത് മുഷിയുകയാണ്. അത് വലിയ ചെളി തെറിക്കുകയല്ല. ഒരു ബസ് അല്ലെങ്കിൽ ഒരു ചെളിക്കൊണ്ട് വീഴുകയോ ചെളി തെറിക്കുകയോ അങ്ങനെയല്ല, മുഷിയുന്നത് അറിയാതെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിൽ അറിയാതെ ഈ പരിഭവവും മറ്റുള്ള അസൂയയോ കോപമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ മുഷിയും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ക്ലെൻസായി ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. നമ്മൾ ദൈവ സാന്നിധ്യത്താൽ അതൊക്കെ നീക്കിക്കളയണം, ദൈവസ്നേഹത്താണെന്നറിയണം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, ദോഷത്തിന് ഏതുവായുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ അവകാശമാക്കും. പോസസ് ദ ലാൻഡ് എന്നാണ് പറയുന്നത്. അവകാശമാക്കുക. മറ്റുള്ളവരൊന്നും നേടും, പക്ഷെ ഒന്നും അവകാശമാക്കുകയില്ല. മറ്റുള്ളവർ പ്രോസ്പർ ആയിരിക്കും, പക്ഷെ അതിനകത്ത് സന്തോഷം കാണുകയില്ല. തുടർന്ന് അവിടെ പറയുന്നുണ്ട്, യഹോവയെ പ്രത്യാശിക്കും. ഭൂമി കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയുമില്ല. 11ാമത്തെ വാക്യത്തിൽ നമ്മൾ, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ ശുഭകരമായാലും നല്ലതായിരിക്കും. അത് പെർഫെക്റ്റ് നല്ലതായിരിക്കും. അത് ഇപ്പോൾ ഫേക്കായിട്ടുള്ള പലതും ഉണ്ടല്ലോ, വസ്തുക്കളൊക്കെ ഉണ്ട്, കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, പക്ഷേ അത് വ്യാജമായിരിക്കും.
പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതുണ്ട് അത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇത് ദൈവം തരുന്ന ശാശ്വതമായിരിക്കും. The humble will possess the land and enjoy prosperity and peace. അപ്പോൾ സമൃദ്ധി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് വരും, യഥാർത്ഥമായ സന്തോഷം ദൈവത്തോട് കൂടെ. ഇനി നമുക്ക് 12-ാമത്തെ വാക്യം, ദുഷ്ടൻ നീതിമാൻ ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു, കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. അപ്പോൾ ദുഷ്ടൻ എന്ത് ചെയ്യും? എപ്പോഴും നീതിമാന് നേരെ, ദുഷ്ടൻ്റെ എപ്പോഴും എതിർക്കുന്നത് നീതിമാന്മാരെയാണ്. അവൻ്റെ നേരെ പല്ലുകടിക്കും, അവന് ദോഷം വരാൻ നിരൂപിക്കും. പക്ഷേ നമ്മൾ പേടിക്കേണ്ട, കർത്താവ് അവനെ നോക്കി ചിരിക്കും. നമ്മളെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴിക്കുവാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ല് കുലച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കിടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ഇവിടെ പറയാം, എളിയവനെയും ദരിദ്രനെയും വീഴിക്കുവാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടൻ വാളൂരി വില്ല്, അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കിടക്കും. ഈവിൾ പ്ലാൻസൊക്കെ അവർക്ക് തന്നെ ദോഷകരമായിട്ട് വരുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. അനേക ദുഷ്ടന്മാർക്ക് സമൃദ്ധിയുണ്ട്, പക്ഷെ അവർക്കൊന്നും സമാധാനമില്ല, പ്രോസ്പെറിറ്റി ഉണ്ട്, പക്ഷേ പീസ് ഇല്ല. ഇവിടെ പറയാണ് നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകുന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. 18-ാമത്തെ വാക്യം, യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ഇവിടെ ഒരു വാക്ക് ഉപയോഗിക്കുക, ഞാനത് ഇവിടെ പറയുന്നതാണ്, ദ ലോർഡ് ടേക്സ് കെയർ ഓഫ് ദോസ് ഹു ഒബേ ഹിം. ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവം കാക്കും, ദൈവം കാത്തുകൊള്ളും. ഇന്ന് ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ട് അവസാനം പറയും ടേക്ക് കെയർ എന്ന് പറയും. ഇവിടെ ദൈവം പറയും നമ്മൾ ടേക്ക് കെയർ എന്താ? ദ ലോർഡ് ടേക്സ് കെയർ ഓഫ് ദോസ് ഹു ഒബേ ഹിം. ദൈവം അവരെ സംരക്ഷിക്കും, ദൈവം അവരുടെ കാര്യം ഏറ്റെടുക്കുകയാണ്. എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും, യഹോവ നിഷ്കളങ്കമാണെന്നുള്ള അറിയുന്ന അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്തോട് ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്തോട് തൃപ്തരായിരിക്കും. ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെയുള്ളൂ, അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ഒരു സംഭവമുണ്ട്, അതായത് ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായിരുന്ന സ്ട്രൗസ് എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ദ ലെബൽ ജസ് എന്ന പേരിൽ യേശുവിൻ്റെ ജീവചരിത്രം കഥ എഴുതി പ്രസിദ്ധനായ ഒരു വ്യക്തി, ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനാണ്. ഒടുവിൽ അദ്ദേഹം ക്രിസ്തുമത വിരോധിയായി, സ്ട്രൗസ് എന്ന് പറയുന്നു. അവസാനം പുത്രിയോ മകളോട് പറഞ്ഞു, എൻ്റെ അവസാനം ഇതാ വന്നു, നാം തമ്മിൽ പിരിയുന്നു, ഞാനിതാ ശൂന്യതയിലേക്ക് താഴ്ന്നു. അദ്ദേഹം പ്രത്യേകിച്ച് നശിച്ചുപോയ വ്യക്തിയായിരുന്നു. അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിന് പ്രയത്നിക്കുകയും ചെയ്ത ആ വേദപണ്ഡിതൻ്റെ അന്ത്യമൊഴി എത്ര ഭയങ്കരമായിരുന്നു. എന്നാൽ അതേ ഒരു കെമിസ്റ്റായിരുന്ന രാസതന്ത്രശാസ്ത്രജ്ഞനായിരുന്ന ഫാരഡെ എന്താ പറഞ്ഞത്? ഫാരഡെ അവശനായി കിടന്നപ്പോൾ ഫാരഡെ സുഹൃത്ത് സന്ദർശിച്ചപ്പോൾ എന്താണ് ഇപ്പോഴത്തെ സങ്കല്പങ്ങൾ നിഗമനങ്ങളും ഒക്കെ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഈ ഫാരഡെ മറുപടി പറഞ്ഞതാണ്, മൈക്കിൾ ഫാരഡെ മറുപടി, ഇപ്പോൾ ഊഹങ്ങളോ സങ്കല്പങ്ങളോ നിഗമനങ്ങളോ ഒന്നുമില്ല, നിശ്ചയവും ഉറപ്പുമാണതെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന വാക്യം ഉദ്ധരിച്ച അദ്ദേഹം പറഞ്ഞു. ഒരു ബൈബിളിൽ തീമോഥെയോസ് ലേഖനത്തിലെ വാക്യം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, എൻ്റെ ഉപനിധി ദാറ്റ് വിച്ച് ഈസ് കമ്മിറ്റഡ്, ഞാൻ കൊടുത്തത്, എൻ്റെ ജീവിതം സമർപ്പിച്ചതെല്ലാം വ്യർത്ഥമല്ല, അതെല്ലാം ദൈവസന്നിധി ശാശ്വതമാണ്, ഞാൻ അറിയുന്നു, ഉറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നീതിമാനായിരിക്കുന്നത്, ദൈവനീതിയിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ ശരണപ്പെടുന്ന എല്ലാം അനുഗ്രഹമാണ്, അത് ശാശ്വതമാണത്. മറ്റതെല്ലാം താൽക്കാലികം, ക്ഷണികമാണ്, ക്ഷിപ്രമാണ്, പുല്ലുപോലെ പെട്ട് നുണങ്ങിപ്പോകുന്നതാണ്, പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവം സമർപ്പിക്കാം. നീതി കെട്ടവരായി ഞങ്ങൾക്ക് വേണ്ടി നീതിമാനായി ക്രൂശിൽ കഷ്ടത അനുഭവിച്ച് തൻ്റെ യാഗത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവായ യേശുവേ, നിൻ്റെ രക്തത്താലും അവിടുത്തെ ആത്മാവിനാലും ഞങ്ങളെ ഇവിടെ വിശുദ്ധീകരിക്കണമേ, നീതിമാന്മാരാക്കണമേ. നീതിമാന്മാരാക്കി തീർത്ത് കൃപയ്ക്കായ സ്തുതി. ഞങ്ങളുടെ സ്വന്തം നീതിയല്ല, ദൈവം നൽകുന്ന നീതി, ദൈവം നൽകുന്ന വിശുദ്ധി, അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങൾ. അപ്പോൾ നിന്നിൽ ആശ്രയിക്കുവാൻ, നിന്നിൽ രസിക്കുവാൻ, ഞങ്ങളുടെ വഴി നിൻ്റെ ഫലമേൽപ്പിക്കുവാൻ, സമ്പൂർണ്ണമായി നിന്നെ ആശ്രയിച്ച് ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തോടെ നയിക്കണമേ. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമേ കർത്താവേ. എല്ലാ പ്രവൃത്തിയിലും നിന്നെ അന്വേഷിക്കാൻ, നിൻ്റെ ഹിതം ചെയ്യുവാൻ ഞങ്ങൾ സഹായിക്കണമേ. പുതുപുതു പരിശുദ്ധാത്മാവിൽ നാമ മഹത്വത്തിനായി തന്നെ. ആമേൻ.